ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജേ ഫോർജ്ഡായിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു, നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടൊന്നുമല്ല. കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാർഡിയൻ അല്ലേ. അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ടൊരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂറായതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് കേട്ടോ. ഇപ്പോൾ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അറസ്റ്റായെന്ന് പോലീസിടത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. പിന്നെ കേസ് മേലെ കേസ് കൊടുത്ത് എൻ്റെ വായടച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ மற்றவரெல்லாரும் സംസാരിക്കും. மாமா நிம்மதியா போகணும், எதுலேயும் தலையிடக்கூடாது, பீஸ்ஃபுல்லாக இருக்கணும்னு நினைக்கிறாரு. பட் அந்த சைடில் இருந்து தான் ஏதாவது பேக் டு பேக் வந்துட்டே இருக்கு ஏதாவது. ஸோ நான் இல்லை என்னோட സിറ്റുവേഷൻ நான் எல்லாருக்கும் മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. എന്നോട് ഒരു അവസ്ഥ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേലിൽ അടുത്ത കേസ്, സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബ്കാരും പിന്നെ ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഫോർജറിനൊക്കെ പറയുന്നുണ്ട്. സംസാരിച്ചില്ലെങ്കിൽ അതിന് മേലെ ഒരു വലിയ സംഭവം. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മിണ്ടണോ ഇല്ല മിണ്ടാതിരിക്കണോ? മിണ്ടിയാലും കുഴപ്പം, മിണ്ടില്ലെങ്കിലും പ്രശ്നം. ആ കുട്ടിയെ കൊണ്ട് അച്ഛനെ വേണ്ട, അച്ഛൻ്റെ പൈസ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ ഇരുന്നോണ്ട് പറയുന്നത്? വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ എന്തിനാ എനിക്ക് നടക്കുന്നത് വേണമെന്ന് പറഞ്ഞിട്ട്. കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല, നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്ത് എൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. കാരണം ഇത്രയും നാൾ മോളെ ചൊല്ലിക്കൊണ്ടായിരുന്നു ഒരു ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അവളെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കഥകളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ വരെ കാപട്യായിരുന്നു ഉണ്ടായിരുന്നത്. അതുവരെ അവൾക്ക് ഇന്നത് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വരെ ആകെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ എമൗണ്ടാണ്. അതൊരു ഇൻഷുറൻസ് പോളിസി. അതുവരെ എടുത്ത് അതിലുണ്ടായിരുന്ന കുറച്ച് പൈസ, വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്, അതും എടുത്തു. അപ്പോൾ ശരിക്കും ആ കുഞ്ഞിനെ കൂടെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവളുടെ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു എമൗണ്ടാണ്. അതുവരെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും കൂടെ വീണ്ടും പറ്റിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. വിഷമമുള്ള കാര്യമാണ്. ഈ കുറേ നാളുകളായിട്ട് ഞാനും ഫാമിലിയും ഫുള്ള് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക. ഇപ്പോൾ ലാസ്റ്റ് ആ ഇൻസിഡൻറ്റോടുകൂടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ വീണ്ടും അതിനു വേണ്ടി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൽ ഇത്രയും കള്ളത്തരം കാണിക്കുക. മോളെയും നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായത് 2022 എങ്ങാണ്ട് ഈ പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മകളായിരിക്കണം അതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള അവകാശി,
18 വയസ്സിന് ശേഷം വേറെ ആരും അതിൽ തുടരുതെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു പോർഷനാണ് എടുത്തു കളഞ്ഞത്. അപ്പോൾ അത് എന്നെയും പറ്റിച്ചിട്ടുണ്ട്, മകളെയും പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഹൈക്കോടതിയെയും പറ്റിച്ചു എന്നുള്ളൊരവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. പറയാം, നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരു അപ്പൻ ആനേ അല്ല. അപ്പൊ ഇത് തർക്കിക്കാൻ ഞാൻ ഇല്ല. ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക. നീ ജയിക്കണം. വാക്കായിരിക്കും പാപ്പ. എന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. വാക്ക് ലവ് മീ. ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം അന്യനായി പോയി നിനക്ക്. പക്ഷെ ഒരു വാക്ക് എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നു. കൊറേ കേസ് പിന്നെയും വന്നാണ് ഞാൻ അറിഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും വരുന്ന എനിക്കറിയില്ല. ബാല പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും ബാല അറിഞ്ഞില്ല, കേസിന്റെ കാര്യമൊന്നും അറിഞ്ഞില്ല, അന്വേഷിക്കട്ടെന്നൊക്കെ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ, അത് എനിക്ക് അറിഞ്ഞാലേ എനിക്ക് പറയാം. അതായത് മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തോ ബാല? എന്നത്തെ കേസിന് അതിന് മേലെ കുറേ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ. ஓகே, தேங்க்யூ. நான் என்ன பண்ணணும்? நான் என் பொண்டாட்டி கூட ஜாலியாக இருக்கேன். ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ വരും. അപ്പോൾ ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. അവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ இந்த ഫോർജറിங்கிற വാക്ക് ബാലാക്ക് അർഹതപ്പെട്ട വാക്കല്ല. அது ரொம்ப தப்பு. எதுவுமே தெரியாம இப்போ அங்கனக்க പറഞ്ഞാൽ നമ്മൾ ഒരു മനസാര இந்த വൈക്കം வந்து ചോദിച്ചു பாருங்க, മനസാര ഒരുപാട് പേർക്ക് നന്മ പண்றோம். அந்த നന്മയ്ക്കെല്ലാം വിഷം വയ്ക്കുന്നത് പോലെ ആയിപ്പോവും. ഇങ്ങനത്തെ വാക്കുകൾ മീഡിയാസ് യൂസ് ചെയ്യരുത്. അങ്ങനെ ഒരാളല്ല ബാല. ഞാനും